സമകാലിക സാഹചര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിദ്യാഭ്യാസം മാത്രം നൽകിയതുകൊണ്ട് പുതിയ ഒരു തലമുറയെ നന്മയുടെ വഴിയിൽ നയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ്. വിദ്യാഭ്യാസത്തോടുകൂടെ ആദർശത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും ധാർമ്മിക ബോധത്തെയും കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തിന് മാത്രമേ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ഈ ലോകത്തും പരലോകത്തും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. 2025 ഈ ഫെബ്രുവരി മാസത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ 40 ദിവസത്തിനുള്ളിൽ നാം കേട്ട അപകടകരമായ ഒരുപാട് വാർത്തകളുണ്ട്. ആ വാർത്തകളിൽ നൊന്ത് പ്രസവിച്ച മാതാവിനെയും തൻ്റെ ജനനത്തിനും വളർച്ചയ്ക്കും കാരണമായി തീർന്ന പിതാവിനെയും വീടിനുള്ളിലാക്കി ചുട്ടരിച്ച് കളഞ്ഞ വാർത്തയുണ്ട്. ആ വാർത്തയിൽ ഒരു മകൾ 35 ലക്ഷം രൂപ തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി അടുത്ത ദിവസം തന്നെ ഗേറ്റിന് പുറത്തേക്കാക്കുന്ന ഏറെ സങ്കടം നിറഞ്ഞ ഒരു വാർത്തയുണ്ട്. ഒരുപാട് പണം മുടക്കി സ്വന്തം മകനെ MBBS പഠനത്തിനു വേണ്ടി പറഞ്ഞയച്ച് അവിടെ ലഹരിയിൽ അടിമപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന് എൻ്റെ സ്വതന്ത്രമായ ജീവിതത്തിന് എൻ്റെ പിതാവ് എനിക്ക് എതിരാണ് എന്ന് പറയുകയും തൻ്റെ പിതാവിനെ അതിനിട്ടൂരമായി കൊലപ്പെടുത്തിയ വാർത്തയുണ്ട്. ഈ വാർത്തകൾക്ക് എന്താണ് പരിഹാരം? ഈ വാർത്തകൾക്ക് പരിഹാരം മതബോധമാണ്. ഈ വാർത്തകൾക്ക് പരിഹാരം ദൈവബോധമാണ്. ഏകനായ സട്ടാവിനെ കുറിച്ച് അറിയുന്ന, പരലോക ബോധമുള്ള, ധാർമ്മിക ശിക്ഷണം ലഭിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് പരിഹാരം എന്നതിലേക്ക് മാതാപിതാക്കൾ എത്തപ്പെടേണ്ടതുണ്ട്. 1.5 വയസ്സിൽ പിതാവ് മകനെയും ഉമ്മയെയും ഉപേക്ഷിച്ചു പോകുന്നു. 1.5 വയസ്സുള്ള ഒരു മകനെ ഒരു പിതാവ് ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒരു മാതാവിൻ്റെ പ്രായം 20 വയസ്സിനോ 25 വയസ്സിനോ താഴെയായിരിക്കും. ആ 25 വയസ്സിന് ശേഷം ഇനി എനിക്കൊരു വിവാഹം വേണ്ട, എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഒരു മാതാവ് പറയുകയും ഈ മാതാവിന് ബ്രെയിൻ ട്യൂമർ ബാധിക്കുകയും ബ്രെയിൻ ട്യൂമർ ബാധിക്കുന്ന സമയത്ത് സാന്ത്വനമായി, സ്നേഹമായി മകൻ്റെ കാരുണ്യം ലഭിക്കേണ്ട ഒരു മാതാവാണ് ഈ മകൻ കടന്നു വന്ന് അയൽവാസിയുടെ കയ്യിൽ നിന്ന് അരിവാൾ കത്തി വാങ്ങി ഈ മാതാവിനെ അതിനിട്ടൂരമായി കൊലപ്പെടുത്തുന്ന ഒരു വാർത്ത ഈ 2025 നാം കാണുന്നത്. ഈ മാതാവിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. ആ സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് ചുംബനം നൽകിക്കൊണ്ടാണ് ഈ മകൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നാം കണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം കേൾക്കുന്ന വാർത്തകൾ പഴയ കാലത്ത് പലപ്പോഴും പ്രഭാഷണങ്ങളിൽ അമേരിക്കയിലേക്ക് നോക്കൂ, യൂറോപ്പിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള അപകടകരമായ വാർത്തകൾ കേൾക്കുമ്പോൾ മതബോധം മക്കൾക്ക് നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാതാവിൻ്റെ സംതൃപ്തിയിലാണ് സട്ടാവിൻ്റെ സംതൃപ്തി. മാതാവിൻ്റെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രായമായ മാതാപിതാക്കൾ നിങ്ങളുടെ അടുത്തെത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ചെയ്യെന്ന് പോലും പറയരുത്. വലാ തൻഹറുഹുമാ, അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നിങ്ങൾ അവരോട് മാന്യമായി സംസാരിക്കണം. വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഈ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ സേവനവും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തല്ലോ എന്ന വിചാരമല്ല ഉണ്ടാകേണ്ടത്. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കാരുണ്യം ചൊരിയണമേ എന്ന് മക്കൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പ്രവാചക ചര്യയുടെ ധാർമ്മിക സന്ദേശത്തിൻ്റെ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നാം നൽകിയില്ലെങ്കിൽ കൺകുളിർമയാകേണ്ട മക്കൾ ഈ ലോകത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പുതിയ കാലം ആ സ്വതന്ത്രവാദത്തിൻ്റെ, ലിബറലിസത്തിൻ്റെ, എല്ലാം എൻ്റെ ചോയ്സാണെന്ന് പറയുന്ന
അപകടകരമായ ഒരു വാദം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ നാം കേൾക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്. എല്ലാവരും പെൺകുട്ടികൾക്ക് ഫ്രണ്ടാണ്, എല്ലാവരും ആൺകുട്ടികൾക്ക് ഫ്രണ്ട്സാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്? എന്താണ് നിങ്ങൾ സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്? എന്താണ് നിങ്ങൾ ലജ്ജയില്ലാതെ ആണും പെണ്ണും ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ഒരു ഉത്തരമുണ്ട്: ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഫ്രണ്ടാണ്, ഇതെന്റെ ആൺ സുഹൃത്താണ്, ഇതെന്റെ പെൺ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ വിവരമില്ലാത്ത ആളുകളും നമ്മളൊക്കെ എന്തോ മനുഷ്യവർഗത്തിൽ പിറക്കാത്തവരും ഇവരൊക്കെ പ്രത്യേകമായ ഒരു വർഗത്തിൽ പിറന്നവരുമായി നമ്മെ പറ്റിപ്പിക്കുന്ന ചില സംസാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, എല്ലാം എൻ്റെ ചോയ്സാണ്, ഇതെന്റെ ആൺ സുഹൃത്താണ്, ഇതെന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിൽ, അതിരുകളില്ലാത്ത ബന്ധം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഉണ്ടായപ്പോഴാണ് ഈ അടുത്ത് 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നോ, കൈകളിൽ ഉറുമ്പരിച്ച് കഴുത്തിൽ കയറുമുറുകി ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ ആ പെൺകുട്ടി മരണപ്പെടുന്നു. ആരാണ് ഈ കൊലപാതകത്തിന് കാരണം? ഇന്നലെ വരെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തവൻ, ഇന്നലെ വരെ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചവൻ, ഇന്നലെ വരെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കൂടെ കൂടിയവൻ, ഇന്നലെ വരെ ചാറ്റിങ്ങും കോളിങ്ങും നടത്തിയവൻ, അവൻ ഇന്ന് ആ പെൺകുട്ടിയുടെ ശരീരം ആഗ്രഹിക്കുന്നു. ആ ശരീരത്തിനു വേണ്ടി ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു. ആരാ കാരണക്കാരൻ? നമ്മുടെ മക്കൾ പറയുന്ന ഈ അതിരുകളില്ലാത്ത ഈ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന ഫ്രണ്ട്സാണ് കാരണം. നാം വായിക്കുന്നു വാർത്തകൾ. 17 വയസ്സുകാരിയായ പെൺകുട്ടിയെ അസ്വസ്ഥത കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ആ പെൺകുട്ടി പ്രസവിക്കുന്നു. ആരാണ് കാരണക്കാരൻ? ആൺ സുഹൃത്താണ് കാരണക്കാരൻ എന്നാണ്. 14 വയസ്സുകാരിയായ പെൺകുട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ആ പെൺകുട്ടി ഗർഭം ധരിച്ചവളാണെന്ന് തിരിച്ചറിയുന്നു. ആരാണ് കാരണക്കാരൻ? ആൺ സുഹൃത്താണ് കാരണക്കാരൻ. എത്രയെത്ര വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ നാം കേൾക്കുന്നത്. അവിടെ മാന്യമായി ഇസ്ലാമികമായി മതം പറഞ്ഞതുപോലെ, മതമെന്ന് പറയുന്നത്, വിശ്വാസമെന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, ദൈവവിശ്വാസം എന്ന് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വാസികളെ, സ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹയ്യികും, അല്ലാഹുവും പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു സന്ദേശത്തിലേക്കാണ്, ധാർമ്മികതയുടെ സന്ദേശത്തിലേക്കാണ്, മാന്യമായി ജീവിക്കുന്ന സന്ദേശത്തിലേക്കാണ്. അതുകൊണ്ട് മാന്യതയുടെ ജീവിതം നയിക്കാൻ നമ്മുടെ ആൺകുട്ടികളോട്, നമ്മുടെ പെൺകുട്ടികളോട് ഈ അതിരുകളില്ലാത്ത ഈ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഈ ലിബറലിസത്തിന്റെ കടന്നുകയറ്റമുണ്ടല്ലോ, ഈ അരാജകത്വത്തിന്റെ ലജ്ജയില്ലാത്ത ജീവിത രീതിയുണ്ടല്ലോ, അതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ പരലോകം മാത്രമല്ല നഷ്ടപ്പെടുക, മറിച്ച് ഈ ലോകത്ത് നിന്ന് അപമാനിതരായിക്കൊണ്ട്, ജീവിതം നഷ്ടപ്പെട്ടവരായിക്കൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ജീവിക്കേണ്ടി വരും. എല്ലായിടത്തും നഷ്ടം അത് പെൺകുട്ടികൾക്ക് മാത്രമാണ്. കേരളത്തിന്റെ ഹൈക്കോടതി ഈ അടുത്ത് പറഞ്ഞു, കേരളത്തിൽ ലിവിംഗ് ടുഗദർ വർദ്ധിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ലിവിംഗ് ടുഗദർ വർദ്ധിക്കുന്നു. പുരുഷന്മാർ പെണ്ണ് കെട്ടാതെ നടക്കുന്നു എന്നതല്ല, ഇവിടെയുള്ള പെൺകുട്ടികൾ വിധവകളാകുന്നു എന്നാണ്. അവരിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ അനാഥകളാകുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, സ്ത്രീയുടെ ശരീരം ആഗ്രഹിച്ചുകൊണ്ട് എന്നാൽ അതിനെ പുരോഗമനമായി അവതരിപ്പിക്കുന്ന ലിബറലിസത്തിന്റെ ഒരു കടന്നുകയറ്റമുണ്ട്. അവിടെ ഇസ്ലാം എന്ന ദീൻ, ധാർമ്മിക ബോധം എന്നത്, വിശ്വാസം എന്നത്, വിശുദ്ധ ഖുർആൻ എന്നത്, പ്രവാചക ചര്യ എന്നത്, അഭിമാന ബോധമുള്ളവരായി നമ്മുടെ മക്കൾ വളരണം. അങ്ങനെ നമ്മുടെ മക്കളെ വളർത്തണം. അതിന് പരിഹാരം എന്താണ്? അതിന് പരിഹാരം മതബോധമാണ്, ദൈവവിശ്വാസമാണ്. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും ജീവിതാടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നതാണ്. ജീവിതമെന്നത് റീൽസ് അല്ല, ജീവിതമെന്നത് ഷോർട്സ് അല്ല. റീൽസും ഷോർട്സും അതൊരു മിനിറ്റ് മാത്രമാണ്. ആ റീൽസും ഷോർട്സും വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് 50ഉം 55ഉം വയസ്സുള്ള ദമ്പതികളുടെ അടുത്തുവരെ എൻ്റെ ഭർത്താവ് പോരാ, എൻ്റെ ഭാര്യ പോരാ, എൻ്റെ ഭർത്താവിന് റൊമാൻസ് പോരാ, എൻ്റെ ഭാര്യക്ക് സൗന്ദര്യം പോരാ എന്നൊക്കെ പ്രായമുള്ള ആളുകളുടെ ജീവിതത്തിൽ വരെ ഈ റീൽസും ഷോർട്സും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിതം എന്നത് പച്ചയായ ഒന്നാണ്. അവിടെയുള്ള ആ ജീവിതത്തിൽ കടന്നു വരുന്ന അപകടങ്ങൾക്കുള്ള കാരണങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് മലപ്പുറത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് കാരണം? വിവാഹത്തിന് ശേഷം ഭർത്താവ് പറഞ്ഞു അവൾ നിറം പോരാ എന്ന്. അവൾ നിറം പോരാ. അപ്പോൾ വെളുത്തത് എന്നത് അതാണ് സൗന്ദര്യം.
അതാണ് നിറം, അവളാണ് അഭിമാനി എന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ടാണ് വെളുത്തുപാറുന്ന ക്രീമുകൾ വിറ്റ് വലിയ വാഹനങ്ങൾ വാങ്ങാൻ പല യൂട്യൂബർമാർക്കും സാധിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ സൗന്ദര്യമാണ് ജീവിതമെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. ഇതാ ഇങ്ങ് പൂക്കോട്ടുംപാടത്ത് ഒരു സഹോദരൻ ആ അങ്ങേയറ്റ ക്രൂരത ഭാര്യയോട് കാണിച്ചത് കാരണത്താൽ അവർ ആത്മഹത്യ ചെയ്തതാണ്. എന്താണ് കാരണം? അവൾക്ക് സൗന്ദര്യം പോരാ, മറ്റൊന്നോ അവൾ കൊണ്ടുവന്ന സ്വർണം പോരാ, മൂന്നാമത്തേതോ അവൾക്ക് ജോലിയില്ല. പെണ്ണിന് ജോലി വേണം എന്നത്, പെണ്ണിന് ശമ്പളം വേണമെന്നത് പെണ്ണാണ് തീരുമാനിക്കേണ്ടത്. അത് പെണ്ണിന് തീരുമാനിക്കാം, അത് സ്ത്രീക്ക് തീരുമാനിക്കാം. എനിക്ക് ശമ്പളം വേണം, എനിക്ക് ജോലി വേണം എന്ന്. എന്നാൽ ഇസ്ലാം പറയുന്നത് അവൾക്ക് നിങ്ങൾ സുരക്ഷ നൽകണം എന്നാണ്. സുരക്ഷ നൽകണമെന്ന് പറയുമ്പോഴേക്ക് ഞങ്ങളെന്താ ഇത്ര മോശക്കാരാണോ? ഞങ്ങൾക്കും സമത്വം വേണ്ടേ? ഞങ്ങൾക്ക് സുരക്ഷയൊന്നും വേണ്ട എന്നതല്ല സ്ത്രീകൾ പറയേണ്ടത്. ഞങ്ങൾക്ക് സുരക്ഷ വേണം എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് സ്ത്രീക്ക് ജോലി വേണം എന്നത് സ്ത്രീ വാശി പിടിക്കുന്നതല്ല പ്രശ്നം. സ്ത്രീക്ക് ജോലി വേണമെന്നത് പുരുഷൻ വാശി പിടിക്കാൻ തുടങ്ങി. സുരക്ഷിതത്വം നൽകേണ്ട പുരുഷൻ പലപ്പോഴും ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയും വളരെ ചെറിയ ശമ്പളത്തിനു വരെ സ്ത്രീകൾ ജോലിക്ക് ഇറങ്ങുകയും ചെയ്തു. കാരണം എന്താ? സ്ത്രീയല്ല നിർബന്ധം പിടിക്കുന്നത്, പുരുഷൻ ജോലി വേണം നിർബന്ധം പിടിക്കുന്നു, പുരുഷൻ സ്വർണം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു, പുരുഷൻ മാത്രം സൗന്ദര്യം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അവിടെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, മതം പറയുന്ന ഒരു ജീവിത രീതിയുണ്ട്, ഇസ്ലാം പറയുന്ന ഒരു ജീവിത രീതിയുണ്ട്. നമ്മുടെ വിശ്വാസത്തിലാണെങ്കിലും നമ്മുടെ ആദർശത്തിലാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിലാണെങ്കിലും ആ ജീവിത രീതിയെ നാം പിന്തുടരണം. അപകടകരമായ വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതുകൊണ്ടാണല്ലോ ചന്താമര എന്ന് പറയുന്ന ഒരു സഹോദരൻ 2019 കൂടോത്രം കാരണത്താൽ ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ, താങ്കളുടെ ജീവിതത്തിലെ കുടുംബജീവിതം തകരാറാകാനുള്ള കാരണം ദീർഘമായി മുടി വളർത്തിയ ഒരു പെണ്ണാണ് എന്നൊരു ജ്യോത്സ്യൻ അയാളോട് പറയുന്നു. അയാൾ നേരെ പോയി അയൽവാസിയായ സ്ത്രീയെ കൊലപ്പെടുത്തുന്നു. 2024 ജയിലിൽ നിന്നിറങ്ങുന്നു. 2025 ഈ സ്ത്രീയുടെ ഭർത്താവിനെയും അവരുടെ അമ്മയെയും കൊലപ്പെടുത്തുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ പ്രയാസമറിയില്ലേ? എൻ്റെ മകൻ്റെ എഞ്ചിനീയറിംഗ് പഠനം ഇല്ലാതാക്കിയത്, എൻ്റെ കുടുംബം ഇല്ലാതാക്കിയത് ഇവരാണ്. ആക്രമിക്കാൻ വന്നതാണോ? ഇങ്ങോട്ട് വെട്ടാൻ വന്നതാണോ? അല്ല, ഇയാൾ ജീവിതവും കുടുംബവും ഇല്ലാതാക്കി എന്ന് പറയുന്നത് എനിക്ക് കൂടോത്രം നൽകിയവർ ഇവരാണ് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ മതത്തിന്റെ വിശ്വാസം അഭൗതികമായി, അദൃശ്യമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ വരുത്താൻ, ഒരു തിന്മ വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന അചഞ്ചലമായ ഏകദൈവ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം നൽകുന്നു. വഇൻ യംസസ്കല്ലാഹു ബിളുദ്ദിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വഇൻ യുരിദക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി. മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപകാരം അള്ളാഹു ഉദ്ദേശിച്ചാൽ ലോകത്തൊരു മനുഷ്യനും ആ ഉപകാരത്തെ തട്ടിമാറ്റാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ ആ ഉപദ്രവത്തെ തട്ടിമാറ്റാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ സന്തോഷത്തെ തട്ടിമാറ്റാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ ഖതബല്ലാഹു ലനാ. പ്രവാചകരെ, നീ പറയണം, എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നോ, ദുരിതങ്ങൾ ഉണ്ടാകുന്നോ, സന്തോഷങ്ങൾ ഉണ്ടാകുന്നോ, അതൊക്കെ എൻ്റെ റബ്ബിന്റെ വിധിയാണ് എന്ന് പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കണമെന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഏകദൈവ വിശ്വാസം, നമ്മുടെ ഏകദൈവ വിശ്വാസം, ആ ഏകദൈവ വിശ്വാസത്തിലൂടെ, തൗഹീദിലൂടെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നു എന്നത് മാത്രമല്ല, ഈ ലോകത്ത് സ്വസ്ഥതയുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു, നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നു. മതത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നതോടുകൂടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, അയൽവാസികളോടുള്ള ബന്ധത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവും പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ ജീവിപ്പിക്കുന്ന സന്ദേശത്തിലേക്കാണ്. ആ സന്ദേശം ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്ന്.